وليخشى الذين لو تركوا من خلفهم ذرية ضعافا خافوا عليهم فليتقوا الله وليقولوا قولا سديدا وليخشى ഭയന്നുകൊള്ളട്ടെ അല്ലദീന ഒരു കൂട്ടം ആളുകൾ ഭയന്നുകൊള്ളട്ടെ ലൗ തറകൂ മിൻ ഖൽഫിഹിം അവരുടെ പിന്നിൽ വിട്ടിട്ട് പോയാൽ ദുർരിയതൻ ദിആഫൻ ബലഹീനരായ കുട്ടികളെ വിട്ടിട്ട് പോയാൽ ഖാഫൂ അലൈഹിം അവരുടെ മേൽ അവർ ഭയക്കുന്നതാണ്. അങ്ങനെയുള്ളവർ ഭയന്നുകൊള്ളട്ടെ. ഫല്യത്തഖുല്ലാഹ് അവർ പടച്ചവനോട് ഭയഭക്തി പുലർത്തിക്കൊള്ളട്ടെ. വൽയഖൂലൂ ഖൗലൻ സദീദാ നേരായ വാക്ക് അവർ പറയുകയും ചെയ്തു കൊള്ളട്ടെ. മറ്റുള്ളവരുടെ സമ്പത്തിൽ ആളുകൾക്ക് കൈയിട്ട് കളിക്കാൻ വലിയ സുഖമാണ്. പ്രത്യേകിച്ചും സഹായത്തിൻ്റെ രൂപത്തിൽ മറ്റുള്ളവരുടെ സമ്പത്തുകൾ അപഹരിക്കുകയും അന്യായമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രവണതയും ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് അള്ളാഹു നാം എല്ലാവരുടെയും സഹോദരീ സഹോദരന്മാർക്ക് ദീർഘായുസ്സും സൗഖ്യവും നൽകുമാറാകട്ടെ. എൻ്റെ ഒരു സഹോദരൻ മരണപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. അദ്ദേഹത്തിന് 1-2 പിഞ്ച് പൈതങ്ങളുണ്ട്, പ്രായപൂർത്തിയാകാത്ത കൊച്ചുകുട്ടികളുണ്ട്. ഈ സമയത്ത് ആ കുട്ടികളുടെ മേൽനോട്ടം ഞാൻ ഏറ്റെടുക്കും. ആ കുട്ടികളുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കും. അവരുടെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം നോക്കുകയും അത് കൈകാര്യം നടത്തുകയും ചെയ്യും. ഇവിടെ ബാഹ്യമായി നോക്കുമ്പോൾ ഞാൻ വലിയ സേവനമാണ് ചെയ്യുന്നത്. ആളുകളും എന്നെപ്പറ്റി പറയും, ആ മരിച്ചുപോയ വ്യക്തിക്ക് വേറെയും സഹോദരങ്ങളുണ്ടായിട്ടും കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഇന്നയാൾ മാത്രമാണ്. ഈ സന്ദർഭത്തിൽ എൻ്റെ സമീപനം എന്തായിരിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ആഴമേറിയ എന്നാൽ അങ്ങേയറ്റം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ വിവരിച്ചുകൊണ്ട് കാര്യം മനസ്സിലാക്കി തരികയാണ്. പറഞ്ഞ ഉദാഹരണം എൻ്റെ സഹോദരൻ മരിച്ചതിനെ പറ്റിയാണ്. അള്ളാഹു പറയുന്നു, ഇതേ കാര്യം നിങ്ങളെപ്പറ്റി നിങ്ങൾ സങ്കല്പിക്കും. എനിക്ക് വയസ്സ് 50, പ്രായപൂർത്തിയാകാത്ത ബലഹീനരായ ഏതാനും മക്കൾ എനിക്കുണ്ട്. ഞാൻ മരണത്തിലേക്ക് ചുവടുവെച്ച് നീങ്ങുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മരണം സംഭവിക്കും. ഈ സമയത്ത് എൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിൽ എൻ്റെ ചിന്ത എന്തായിരിക്കും? പടച്ചവനെ, മരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഈ മക്കളുടെ കാര്യം വല്ലാത്ത അവസ്ഥയിലാകുമല്ലോ. ഈ സമയത്ത് അവൻ കൂടുതലായി ചിന്തിച്ച് അതിനുവേണ്ടി പദ്ധതികൾ തയ്യാറാക്കും, വസീയത്ത് എഴുതും. എൻ്റെ ആത്മസുഹൃത്തുക്കളെ വിളിച്ച് അവരോട് കാര്യം പറഞ്ഞേൽപ്പിക്കും. എൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവർ തികഞ്ഞ സൂക്ഷ്മത പുലർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കും. അള്ളാഹു അറിയിക്കുകയാണ്, ഇതേ അവസ്ഥ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കും. وَلْيَخْشَى الَّذِينَ لَوْ تَرَكُوا مِنْ خَلْفِهِمْ ذُرِّيَّةً ضِعَافًا خَافُوا عَلَيْهِمْ ആരെങ്കിലും അവരുടെ പിന്നിൽ ബലഹീനരായ മക്കളെ വിട്ടിട്ട് പോകുമെങ്കിൽ അവരുടെ വിഷയത്തിൽ അദ്ദേഹം വല്ലാതെ ഭയക്കുന്നതാണ്.
പടച്ചവനെ, എനിക്ക് നീ കുറേ സമ്പത്ത് തന്നിട്ടുണ്ട്, എൻ്റെ ഈ സമ്പത്ത് എൻ്റെ മക്കൾക്ക് പ്രയോജനപ്പെടണം. മുതിർന്ന മക്കളാണെങ്കിൽ അവരുടെ കാര്യം അവർ നോക്കിക്കൊള്ളും. പക്ഷേ പിഞ്ച് പൈതങ്ങളുണ്ട്, പ്രായമാകാത്ത കുട്ടികളുണ്ട്, അവരുടെ വിഷയത്തിൽ എനിക്ക് വലിയ ഭയമാകും. അള്ളാഹു പറയുന്നു, ഇങ്ങനെ ഭയക്കുന്നവർ മറ്റുള്ളവരുടെ സമ്പത്തിൻ്റെ വിഷയത്തിലും അവരുടെ മക്കളുടെ വിഷയത്തിലും ഭയന്നു കൊള്ളട്ടെ. وَلْيَخْشَ الَّذِينَ لَوْ تَرَكُوا مِنْ خَلْفِهِمْ ذُرِّيَّةً ضِعَافًا خَافُوا عَلَيْهِمْ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, കമാ തദീനു തുദാൻ, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുമോ അതേ രീതിയിൽ നിങ്ങൾക്ക് ഫലവും ലഭിക്കുന്നതാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ സമ്പത്തിൽ സൂക്ഷ്മത കാണിച്ചാൽ നിങ്ങളുടെ സമ്പത്തിന് സൂക്ഷ്മത കാണിക്കുന്നതായ സാഹചര്യമുണ്ടാകും. നിങ്ങൾ മറ്റുള്ളവരുടെ വിഷയത്തിൽ നീതിയും ന്യായവും കാണിച്ചാൽ നിങ്ങളുടെ വിഷയത്തിന് നീതിയും ന്യായവും കാണിക്കപ്പെടും. അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങൾ അക്രമങ്ങൾ കാണിച്ചാൽ അതേ രീതിയിൽ തിരിച്ചടിയും സംഭവിക്കും. ആ തിരിച്ചടി പരലോകത്തിൽ മാത്രമല്ല, അള്ളാഹു കാക്കുമാറാകട്ടെ, ഈ ലോകത്തിൽ തിരിച്ചടി സംഭവിക്കുന്നതാണ്. ധാരാളം ആളുകളുടെ അവസ്ഥകളറിഞ്ഞ് നമ്മൾ അമ്പരക്കാറുണ്ട്. ബാഹ്യമായിട്ട് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ അവരും തകർന്നു, അവരുടെ സമ്പത്തും തകർന്നു. ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ വല്ലതുമുണ്ടോ എന്ന് അവർ ചിന്തിക്കണം. മറ്റുള്ളവർ അതിൽ നിന്നും ഗുണപാഠം പഠിക്കണം. وَلْيَخْشَ الَّذِينَ لَوْ تَرَكُوا مِنْ خَلْفِهِمْ ذُرِّيَّةً ضِعَافًا خَافُوا عَلَيْهِمْ. അതിന് ഇസ്ലാമിൽ മരണത്തെപ്പറ്റിയുള്ള ശരിയായ സങ്കല്പവും മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ മരണപ്പെട്ട് അവൻ്റെ ജീവിതം അവസാനിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് വേറൊരു ലോകത്തേക്ക് അവൻ പോകുകയാണ്. ആ ലോകത്ത് ഇവിടെ നടക്കുന്ന, ദുനിയാവിൽ നടക്കുന്നതായ കാര്യങ്ങളെപ്പറ്റി അറിയാൻ അള്ളാഹു പ്രത്യേക ക്രമീകരണം വെച്ചിട്ടുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരു മനുഷ്യൻ മരിച്ച് ഖബറടക്കപ്പെട്ടാൽ അതിനുശേഷം മരിക്കുന്നവരുടെ ആത്മാവുകളുടെ അരികിൽ ഇവനും ഇവൻ്റെ കൂട്ടത്തിലുള്ളവരും ഒരുമിച്ച് കൂടും. ഗൾഫ് യാത്രയൊന്നും ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ വളരെ കുറവായിരുന്ന ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങൾ വിദേശത്തായിരിക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരുമിച്ച് കൂടുമോ? കൂടും. എന്നിട്ട് എന്ത് ചോദിക്കും? അമേരിക്കയിലെ, ലണ്ടനിലെ കാര്യമല്ല ചോദിക്കുന്നത്, നാട്ടിലെ കാര്യങ്ങൾ ചോദിക്കും. കുടുംബക്കാരാണെങ്കിൽ വീട്ടിലെ കാര്യം ചോദിക്കും. വീട്ടുകാരാണെങ്കിൽ സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും വിഷയങ്ങൾ ചോദിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നല്ല വാർത്തകൾ അറിഞ്ഞവർ സന്തോഷിക്കും, മോശമായ വാർത്തകൾ അറിഞ്ഞവർ ദുഃഖിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും പറഞ്ഞു, അവർ കൂടിയിരുന്ന് ചോദിക്കുമ്പോൾ ഒരാളെപ്പറ്റി ചോദിക്കും, ഇതുപോലെ എൻ്റെ ഇന്ന അയൽവാസി കഠിന രോഗിയായിട്ട് കിടപ്പുണ്ടായിരുന്നല്ലോ, നിനക്കത്ര രോഗമില്ലായിരുന്നു, ആ അയൽവാസിയുടെ കാര്യം എന്തായി? ഉടനെ പുതുതായിട്ട് പോയ ആ ആത്മാവ് പറയും, അദ്ദേഹം ഇവിടെ എത്തിയില്ലേ? ഇല്ല, എത്തിയില്ല. അല്ലോ, അദ്ദേഹം എനിക്ക് മുമ്പ് തന്നെ മരിച്ചായിരുന്നു, പക്ഷെ മുമ്പ് മരിച്ച് സിജ്ജീനിൽ പോയി എല്ലിയീനിൽ വരാൻ സാധിച്ചില്ല. ഈ സമയത്ത് അവിടെയുള്ള ആളുകളെല്ലാം കൂടിയിരുന്ന് ദുഃഖിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കും. ഇവിടെ നമ്മൾ മരണപ്പെടുന്നു, നമ്മുടെ അരികിലേക്ക് പുതിയ ആത്മാവുകൾ വരികയാണ്. അവിടെ മക്കളെപ്പറ്റി ചോദിച്ചു, എൻ്റെ മക്കളുടെ അവസ്ഥ എന്താണ്? നല്ലതൊക്കെ തന്നെയാണ്, പക്ഷേ അവർക്ക് വസ്ത്രമില്ല, അവർക്ക് മര്യാദയ്ക്ക് ആഹാരം കിട്ടുന്നില്ല, അവരുടെ ജീവിതം വലിയ കഷ്ടപ്പാടിനും പ്രയാസത്തിലുമാണ്. നിങ്ങളുടെ കാറ് ഒരാളെടുത്തുകൊണ്ട് കറങ്ങി നടക്കുന്നു, നിങ്ങളുടെ വീട് വേറെ ആരും ഉപയോഗിക്കുന്നു. ആ മരണപ്പെട്ട മയ്യത്തിന് എത്ര സങ്കടം വരും, ആ ആത്മാവിന് എത്ര വേദന വരും.
അള്ളാഹു അറിയിക്കുകയാണ്. അതുകൊണ്ട് സ്വന്തം വിഷയത്തിൽ ഭയപ്പെടുന്നവർ മറ്റുള്ളവരുടെ വിഷയത്തിലും ഭയപ്പെടണം. എൻ്റെ ഉടുപ്പാരും കീറാൻ പാടില്ല, എന്നാൽ മറ്റുള്ളവരുടെ ഉടുപ്പും ആരും കീറാൻ പാടില്ല എന്ന സമീപനം വേണം. എൻ്റെ ദേഹത്ത് മാലിന്യമൊന്നും വീഴാൻ പാടില്ല, മറ്റുള്ളവരുടെ ദേഹത്ത് മാലിന്യം വീഴാൻ പാടില്ല എന്ന ചിന്ത വേണം. وَلْيَخْشَ الَّذِينَ لَوْ تَرَكُوا مِنْ خَلْفِهِمْ ذُرِّيَّةً ضِعَافًا خَافُوا عَلَيْهِمْ. ബലഹീനരായ പാപത്തങ്ങളായ മക്കളെ പിന്നിലിട്ടിട്ട് പോകുന്നവർ അവരെ പറ്റി ഭയക്കുമെങ്കിൽ ഓരോരുത്തരും മറ്റുള്ളവരുടെ സന്താനങ്ങളുടെ വിഷയത്തിലും പരിപൂർണ സൂക്ഷ്മതയും ഭയവും മുറുകെ പിടിച്ചുകൊള്ളട്ടെ. അവർ പടച്ചവനോട് പരിപൂർണ ഭയഭക്തി പുലർത്തിക്കൊള്ളട്ടെ. ഇതിന് സൂചനയുണ്ട്. മറ്റുള്ളവരുടെ സമ്പത്തിൽ സൂക്ഷ്മത കാണിക്കുന്നത് തഖ്വയിൽപ്പെട്ടതാണ്. നമസ്കാരവും നോമ്പും സക്കാത്തും ഖുർആനോദലും ദിക്റും ദുആയും മാത്രമല്ല ഇബാദത്ത്. മറ്റുള്ളവരുടെ സമ്പത്തിൽ സൂക്ഷ്മത കാണിക്കലും ഇബാദത്താണ്. അതുപോലെ മറ്റുള്ളവരുടെ സമ്പത്തിൻ്റെ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കാതിരിക്കൽ, അക്രമങ്ങൾ കാണിക്കൽ വലിയ അക്രമമാണ്, വലിയ പാപമാണ്. അവർ പടച്ചവനോട് ഭയഭക്തി പുലർത്തിക്കൊള്ളട്ടെ. വൽയഖൂലൂ ഖൗലൻ സദീദാ, അവർ നേരായ വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായി, ആ കുട്ടി പോയിട്ട് കോടതിയിൽ കേസ് കൊടുത്തു, എൻ്റെ കൊച്ചാപ്പ എൻ്റെ വാപ്പ വിട്ടിട്ട് പോയ സമ്പത്തിനെ ഏൽപ്പിക്കുന്നില്ല, ഈ സമയത്ത് ഞാൻ കളവൊന്നും പറയാൻ നിൽക്കരുത്, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. ശരിയാണ്, എൻ്റെതല്ല അത്, എൻ്റെ സഹോദരൻ്റെ സമ്പത്ത് തന്നെയാണെന്ന് പറയണം. വൽയഖൂലൂ ഖൗലൻ സദീദാ. അതുകൊണ്ട് ഖുർആൻ വളരെ ഒരു ഉന്നതമായ കാഴ്ചപ്പാട് സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുമോ അതേ ബുദ്ധിമുട്ട് മറ്റുള്ളവർക്കും ഉണ്ടാകണമെന്ന് മനസ്സിലാക്കണം. അക്രമം ഉദയം ചെയ്യുന്നത്, എൻ്റെ ദേഹത്ത് ചെറിയൊരു തരി വീണാൽ എനിക്ക് ഭയങ്കര വേദന, മറ്റുള്ളവരുടെ ദേഹത്ത് പാറക്കല്ല് വീണാൽ യാതൊരു വേദനയുമില്ല. ഇവിടെ നിന്നാണ് മൃഗീയത വരുന്നത്. മൃഗീയതയല്ല, പൈശാചികത വരുന്നത്. മറ്റുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ടും ഉണ്ടായിക്കൊള്ളട്ടെ. മക്ക മുക്കറമയിൽ ബാത്റൂമിന് പുറത്ത് എഴുതി വച്ചിരിക്കുന്നു, നിങ്ങൾ ബാത്റൂമിനെ കാണാൻ ആഗ്രഹിക്കുന്ന നിലയിൽ അതിനെ തയ്യാറാക്കിയിട്ട് വെളിയിലേക്ക് ഇറങ്ങി. നമ്മൾ ബാത്റൂമിലോട്ട് കയറുന്നു, ആകെ അഴുക്കായി കിടക്കുന്നു, വലിയ വൈക്ലഭ്യം വരും, വലിയ അസ്വസ്ഥത വരും. അതേ കാര്യം നിങ്ങൾ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കും. എനിക്ക് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരൻ വരും, അദ്ദേഹം ഇത് വികൃതമായി കിടക്കുന്ന, അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വരും, പ്രയാസം വരും, അവിടെ മര്യാദയ്ക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വരും. അതുകൊണ്ട് ഈ ഒരു സമീപനം ഖുർആൻ പഠിപ്പിക്കുകയാണ്. സ്വന്തം സന്താനങ്ങളുടെ വിഷയത്തിൽ ഭയമുണ്ടോ, അവർ മറ്റുള്ളവരുടെ സന്താനത്തിൻ്റെ വിഷയത്തിലും ഭയം പുലർത്തണം, മറ്റുള്ളവരുടെ കാര്യത്തിലും സൂക്ഷ്മത കാണിക്കണം. ഫല്യത്തഖുല്ലാഹ വൽയഖൂലൂ ഖൗലൻ സദീദാ. അവർ പടച്ചവനോട് ഭയഭക്തി പുലർത്തട്ടെ. അതുപോലെ തന്നെ നേരായ വാചകം പറഞ്ഞുകൊള്ളട്ടെ. കളവുകൾ പറയരുത്, കള്ളസാക്ഷ്യങ്ങൾ പറയരുത്. സൂക്ഷ്മതയോടുകൂടി വിഷയങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളട്ടെ. പടച്ചവൻ സാമൂഹിക മേഖലയിൽ ശ്രദ്ധ പുലർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ.